നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വളരെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടിയാണ് ഞാൻ രാവിലെ മുതൽ മെസ്സേജിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഐക്യത്തിൻ്റെ രസതന്ത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് ഓണമൂട്ടുകരയിൽ ഇത്തരത്തിലൊരു പരിപാടിയിൽ വരാനും ഓണത്തിൻ്റെ സദ്യ കഴിക്കാനും പറ്റിയതിൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കട്ടെ. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിപ്പോൾ ഭൂമിയിൽ നിന്ന് ആകാശത്ത് ആൽമരത്തിൻ്റെ മേലെയാണുള്ളത്. അതിൻ്റെ കാരണം മലയാളികളെ മുഴുവൻ ഗന്ധർവ ലോകത്തേക്ക് നയിച്ച പത്മരാജൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിൽ പോയി അല്പനേരം ചെലവഴിച്ചു. അവിടുത്തെ ഗന്ധർവൻ കാട് ഞാൻ കണ്ടു. അതിനപ്പുറത്ത് നമ്മുടെ മലയാള സിനിമാ ഗാനങ്ങളിൽ നിങ്ങളുടെ നാട്ടിൻ്റെ സംഭാവനയായ ദേവദാസ് ചിങ്ങോലിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പാട്ടനുഭവങ്ങൾ വിവിധ സംവിധായകരും സിനിമാ ഗാന ആലാപകരും അതുപോലെ ഗാന സംവിധായകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോടൊത്ത് കുറച്ചു നേരം ചെലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ആലപിക്കാനും പറ്റി. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അത്ഭുതകരമായതാണ്. മെസ്സേജ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കേവലമായ ഒരു സന്ദേശം മാത്രമല്ല കൊടുക്കുന്നത്. സന്ദേശങ്ങൾ കൊടുക്കാൻ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ സഹനാവവധു ഉണ്ട്, സഹനോ ഭുനക്തു ഉണ്ട്. പക്ഷെ സഹവീര്യം കരവാവഹൈ വേണ്ടത്ര ആളുകളില്ല. അതാണ് പ്രശ്നം. നമുക്ക് അറിവുള്ളവരൊരുപാടുണ്ട്, അധ്വാനിക്കുന്നവരൊരുപാടുണ്ട്. പക്ഷെ അറിവിനെയും അധ്വാനത്തെയും കൂട്ടിയിണക്കാൻ നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര ആളില്ലാത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ട നമ്മുടെ രാജ്യം ഒരുപാട് രാജ്യങ്ങളുടെ പുറകിലായി പോയത്. ഇവിടെ മെസ്സേജ് ചെയ്യുന്നത് വെറും മെസ്സേജ് എന്ന് പറയുന്നത് കേവലം ഒരു സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പദമായിട്ടല്ല. മിഷൻ ഫോർ എംപതി, സോഷ്യൽ സർവീസ്, ആമിറ്റി ആൻഡ് ഗ്ലോബൽ ഈക്വാലിറ്റി എന്ന വലിയ വിശ്വമാനവികതയുടെ പരിപ്രേക്ഷ്യങ്ങളെ മുഴുവൻ കുറച്ച് വാക്കുകളിൽ വട്ടത്തിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരുക്കപ്പേരാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇതൊരു ദൗത്യമാണ്. മിഷൻ എന്ന് പറയുന്നത് ദൗത്യമാണ്. അതിൽ എമ്പതിയാണ് പ്രധാനം. നമ്മുടെ നാട്ടിൽ സിമ്പതികൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ എമ്പതി ഇല്ല. നിങ്ങളെല്ലാവരും ആ കടയിൽ പോയിട്ട് പഴംപൊരിയും ചായയും കുടിച്ചു പോയിക്കൊള്ളൂ എന്ന് ആഹ്വാനം ചെയ്യാൻ എനിക്ക് എളുപ്പം കഴിയും. പൈസ നിങ്ങൾ തന്നെ കൊടുക്കണം. ആഹ്വാനം ചെയ്യാൻ ഞാൻ എന്തിന് ആഹ്വാനം ചെയ്യുന്നു? പക്ഷെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിത്തരുമ്പോഴേ സിമ്പതി എന്താവുന്നുള്ളൂ, എമ്പതി ആവുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ സിമ്പതികൾ വർദ്ധിക്കുകയും എമ്പതികൾ കുറയുകയും ചെയ്യുമ്പോഴാണ് എമ്പതി കറക്റ്റായി നടപ്പിലാക്കാൻ ഇവർ പരിശ്രമിക്കുന്നത്.